തീരുവ വിഷയത്തിൽ ഇന്ത്യ അമേരിക്ക പോര് കനക്കുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പരോക്ഷ മറുപടി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത്. രാജ്യ താൽപര്യത്തിന് ഇന്ത്യ മുൻഗണന നൽകുമെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളടക്കമുള്ളവരുടെയും താൽപര്യങ്ങളിൽ ഇന്ത്യ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും അറിയിച്ചു. അതിനായി എന്ത് വില കൊടുക്കാനും തയ്യാറാണെന്നും മോദി പറഞ്ഞു. ഡൽഹിയിൽ നടന്ന MS സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകരുടെ താൽപര്യത്തിനാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന. ഇന്ത്യയിലെ കർഷകരുടെയും കന്നുകാലി വളർത്തുന്നവരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങളിൽ രാജ്യമൊരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല. ഇതിന് വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വരും എന്നെനിക്കറിയാം. പക്ഷേ ഞാൻ തയ്യാറാണ്. രാജ്യത്തെ കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും കന്നുകാലി വളർത്തുന്നവർക്കും വേണ്ടി ഇന്ത്യയും തയ്യാറാണ്. ട്രംപിന്റെ തീരുവകൾ നിലവിൽ വന്നതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ മറുപടി. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തിന് സഹായധനം നൽകുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഇന്ത്യക്ക് 25% അധിക തീരുവ ഈടാക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ചയാണ് ഒപ്പുവെച്ചത്. ഓഗസ്റ്റ് 1 പ്രഖ്യാപിച്ച 25% പകരച്ചുങ്കം കൂട്ടിച്ചേർത്ത ഇന്ത്യൻ ചരക്കുകൾക്കുള്ള US തീരുവ ഇതോടെ 50 ഉയർന്നിട്ടുണ്ട്. പകരച്ചുങ്കം വ്യാഴാഴ്ചയും അധിക തീരുവ 21 ദിവസത്തിനകവും പ്രാബല്യത്തിൽ വരും. റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ സമവായമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് 21 ദിവസത്തെ സമയം. ട്രംപിന്റെ തീരുമാനത്തെ കടുത്ത ഭാഷയിലാണ് ഇന്ത്യ വിമർശിച്ചത്. രാജ്യ താൽപര്യം സംരക്ഷിക്കാൻ അനിവാര്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇന്ത്യൻ ഇറക്കുമതിക്ക് മേൽ 25% അധിക തീരുവ ചുമത്തി മൊത്തം തീരുവ 50% മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഭീഷണിയും ഉയർത്തിക്കൊണ്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുകയാണെങ്കിൽ ഇന്ത്യക്കുമേൽ കൂടുതൽ ദ്വിതീയ ഉപരോധമുള്ള രാജ്യവുമായി വ്യാപാര സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒരു മൂന്നാം കക്ഷി രാജ്യത്തിന് ചുമത്തുന്നതാണിത് ഏർപ്പെടുത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൈനയെ പോലുള്ള രാജ്യങ്ങളും റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമ്പോൾ ഇന്ത്യയെ മാത്രം എന്തിന് ലക്ഷ്യമിടുന്നു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് 8 മണിക്കൂറേ ആയിട്ടുള്ളൂ. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം എന്നാണ് ട്രംപ് മറുപടി നൽകിയത്. നിങ്ങൾ ഇനിയും ഒരുപാട് കാണാനിരിക്കുന്നതേയുള്ളൂ. നിരവധി ദ്വിതീയ ഉപരോധങ്ങൾ നിങ്ങൾ കാണും എന്നും ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു. ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കാൻ രാജ്യങ്ങളുടെ മേൽ US സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ പരാമർശം എന്നതും ശ്രദ്ധേയമാണ്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഒരു സമാധാന കരാർ ഇന്ത്യയുടെ മേലുള്ള അധിക താരിഫുകൾ നീക്കം ചെയ്യുന്നതിലേക്ക് നയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അക്കാര്യം ഞങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നാണ് ട്രംപ് മറുപടി നൽകിയത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തിന് സഹായധനം നൽകുക എന്നാരോപിച്ചുകൊണ്ട് ഇന്ത്യക്ക് 25% അധിക തീരുവ ഈടാക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ചയാണ് ഒപ്പുവെച്ചത്. ഓഗസ്റ്റ് 1 പ്രഖ്യാപിച്ച 25% പകരച്ചുങ്കം കൂടിച്ചേർത്ത ഇന്ത്യൻ ചരക്കുകൾക്കുള്ള US തീരുവ ഇതോടെ 50% ഉയർന്നു എന്നതാണ് പ്രധാന പ്രശ്നമായി ഇപ്പോഴും ഉയരുന്നത്. അതേസമയം റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ സമവായമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് 21 ദിവസത്തെ സമയം. ട്രംപിന്റെ തീരുമാനത്തെ കടുത്ത ഭാഷയിലാണ് ഇന്ത്യ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യ താൽപര്യം സംരക്ഷിക്കാൻ അനിവാര്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്ത്യ നിരന്തരം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കമ്പോള ഘടകങ്ങളെയും രാജ്യത്തെ 140 കോടി ജനങ്ങൾക്ക് ഊർജ്ജ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പൊതു ലക്ഷ്യത്തെയും മുൻനിർത്തിക്കൊണ്ടാണ് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി. മറ്റു രാജ്യങ്ങളും ഇത്തരത്തിൽ അവരുടെ രാജ്യ താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കുകയാണിപ്പോൾ. എന്നിട്ടും US ഇന്ത്യക്ക് അധിക തീരുവ ചുമത്താൻ തീരുമാനിച്ചത് അത്യന്തം നിർഭാഗ്യകരവും നീതീകരിക്കാനാകാത്തതും അന്യായവും അകാരണവുമാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.